Next section, speed, velocity, acceleration എന്നിവയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്കെയിലാർ വെക്റ്റർ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് ഇവയെ കുറിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഈ മൂന്നിന്റെയും കമ്പാരിസൺ 3 മാർക്കിന്റെ സെക്ഷനായിട്ട് ചോദിക്കുന്നുണ്ട്. ആ കമ്പാരിസൺ എഴുതുന്ന രീതിക്ക് തന്നെയാണ് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്പീഡ് എല്ലാവരും നോർമലി കേട്ടിട്ടുള്ള ടേമാണ് സ്പീഡ് എന്നുള്ളത്. സ്പീഡിന്റെ ഡെഫിനിഷൻ ആണ് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അതായത് ഒരു യൂണിറ്റ് ടൈം, യൂണിറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്ന നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കംപ്ലീറ്റ് മീൻ ഡിഫൈൻ ചെയ്യുന്ന ആ ടൈമാണ് യൂണിറ്റ് എന്ന് അവിടെ പഠിച്ചു. ഇവിടുത്തെ യൂണിറ്റ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 സെക്കൻഡ്. യൂണിറ്റ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1 സെക്കൻഡ് എന്നാണ്. അതായത് 1 സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ്, മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അത് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ഒരു ഡിസ്റ്റൻസ് എത്ര, 1 സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന്, അപ്പോൾ ആ ക്വാണ്ടിറ്റിയെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേരാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. 10നും 11നും സെക്കൻഡിന്റെ ഇടയ്ക്ക്, ദാറ്റ് ഈസ് ആ 1 സെക്കൻഡ് ടൈമിൽ ആ ഒബ്ജക്റ്റ് എന്തുമാത്രം ദൂരം ട്രാവൽ ചെയ്തു. അല്ലെങ്കിൽ ഒരു 100നും 101 സെക്കൻഡിനും ഇടയ്ക്ക് ആ ഒബ്ജക്റ്റ് എന്തുമാത്രം ഡിസ്റ്റൻസ്, അതായത് ഒരു സെക്കൻഡിൽ എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ള ടൈമാണ് സ്പീഡ്. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് എന്നുള്ള ടൈമിൽ എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അതിന്റെ മറ്റൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറയും. റേറ്റ് എന്നുള്ള ടേം ഫിസിക്സിൽ വരുന്നത് ഡിവൈഡഡ് ബൈ ടൈം. ആ ക്വാണ്ടിറ്റി വരുന്നതിനെല്ലാം നമ്മൾ പറയുന്നത് റേറ്റ് ആയിട്ടാണ്. അതായത് എക്സാമ്പിൾ 1 by time. ഇവിടെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അപ്പം which is equal to y എന്ന് കിട്ടും. x by time equal to y. ഇതിന്റെ ഡെഫിനിഷൻ, ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? y is the rate of change of x. y is the rate of change വേണ്ട x എന്ന് പറയും. y is the rate of x. റേറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഡിനോമിനേറ്ററിൽ ടൈം വരുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ വെർബലി പറയുന്ന പേരാണ് റേറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. It is the distance traveled in unit time. It is the distance traveled in unit time. അപ്പോൾ 1 സെക്കൻഡിൽ എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സ്പീഡിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. 1 സെക്കൻഡിൽ എന്തുമാത്രം ഡിസ്റ്റൻസ്. അപ്പോൾ 10 പേനയ്ക്ക് 50 രൂപ. 50 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില. അതേപോലെ തന്നെ 10 പേനയ്ക്ക് 50 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? ആ 50 രൂപയെ ആ ടോട്ടലിന് ആ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഒരു പേനയുടെ വില. ദാറ്റ് ഈസ് 5 രൂപ എന്ന് കിട്ടും. സിമിലർലി ഒരു സെക്കൻഡിൽ എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് കാണാൻ വേണ്ടി ആ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ ഡിസ്റ്റൻസ് അല്ല, ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാണ് ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ 1 സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് കാണാനായിട്ട് പറയുന്ന ഒരു ടൈമാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിനോമിനേറ്ററിൽ ടൈം വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വേറൊരു ഡെഫിനിഷൻ കൂടി പറയുന്നതാണ്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. ഡിനോമിനേറ്ററിൽ ഈ ഡിസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു ഡിസ്റ്റൻസ് സംതിങ് y equal to y by distance
ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നത് z is the gradient of y. z is the gradient എന്ന് പറയും. ആ കേസ് നമ്മൾ ഡിസ്കസ് ഫോഴ്സിനെ കുറിച്ച് മറ്റും റിലേറ്റ് ചെയ്യുന്ന ടൈമിലാണ് പഠിക്കുന്ന ഡെഫിനിഷൻ. ഡിനോമിനേറ്റർ ഡിസ്റ്റൻസ് വന്ന ഗ്രേഡിയന്റ് എന്നും ഡിനോമിനേറ്റർ ടൈം എന്ന് പറഞ്ഞ റേറ്റ് എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ എന്തുവാണ്? ഒന്നുകിൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ഓർ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. രണ്ട് പൊസിഷനുകളിടയ്ക്കുള്ള ചേഞ്ചിന് എന്ത് ചെയ്താൽ മതി? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തിന്റെ ഇക്വേഷൻ കിട്ടും? സ്പീഡിന്റെ ഇക്വേഷൻ കിട്ടും. യൂണിറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് എഴുതുന്ന രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. മെയിൻ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷനിൽ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് എഴുതിയാൽ മതി. യൂണിറ്റ് എങ്ങനെ എഴുതും? സ്പീഡിന്റെ യൂണിറ്റ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ചെയ്തേക്കുന്നത് എന്തായിട്ട് വരും? പെർ മീറ്റർ പെർ എന്ന് പറയും. ടൈമിന്റെ യൂണിറ്റ് എന്തുവാ? സെക്കൻഡ്. ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. അല്ലെങ്കിൽ ഈ പെർ സെക്കൻഡ് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അത് മുകളിൽ ചേർക്കുമ്പോൾ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഇതാണ് എന്ത്? ആ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സ്പീഡിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡിവൈഡ് ചെയ്തേക്കുന്നതിനെ പെർ കൊണ്ട് സൂചിപ്പിച്ചു. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് ഓർ പെർ സെക്കൻഡിന് നമ്മൾ സെക്കൻഡിന്റെ ന്യൂമറേറ്ററിൽ പോകുമ്പോൾ അതിന്റെ പവറിന്റെ മൈനസ് ഇട്ട് എഴുതും. ദാറ്റ് ഈസ് മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഡയമെൻഷൻ പറഞ്ഞേ. ഡയമെൻഷൻ ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ L, അതൊരു ലെങ്ത് ആണ്, ബൈ സെക്കൻഡ്. അല്ലെങ്കിൽ ടൈമിന്റെ ഡയമെൻഷൻ, ടൈമിന്റെ ഡയമെൻഷനിൽ വരുന്ന ലെറ്റർ T, ദാറ്റ് ഈസ് L/T. അതും മോളിൽ വരുമ്പോൾ L/T⁻⁻1. ഇതാണ് അതിന്റെ ഡയമെൻഷൻ ഫോർമുല ഓഫ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതിൽ m എന്ന് പറഞ്ഞ മാസിന്റെ ഒരു ക്വാണ്ടിറ്റി ഇല്ല. therefore m0 L/T⁻1 എന്നും എഴുതാം. ഒന്നുകിൽ L/T⁻1 എന്ന്, അല്ലെങ്കിൽ m0 L/1 ഡയമെൻഷൻ. നെക്സ്റ്റ് എന്തുവാ? ഇത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഡിസ്റ്റൻസും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ടൈമും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്പീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം അവിടെ ഡിസ്റ്റൻസും ടൈമും എന്നുള്ള രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിവൈഡ് ചെയ്താണ് സ്പീഡ് വന്നേക്കുന്നത്. അതുകൊണ്ട് അതൊരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. അത് ഡിസ്റ്റൻസിനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ആ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന ഡിസ്റ്റൻസും ടൈമും എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. രണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റീസിനെ ഡിവൈഡ് ചെയ്തപ്പോഴും കിട്ടുന്ന എന്ത് തന്നെയായിരിക്കും? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താണ്? എ ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ഡയറക്ഷൻ. ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ സ്പീഡിന് ഉള്ളൂ. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. Then next velocity. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ ഡിസ്റ്റൻസ് ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച അതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ടേമാണ് സ്പീഡ് എങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് ഒരു സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റിന് എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റിന് ചേഞ്ച് വന്നു എന്നുള്ള കാണിപ്പിക്കുന്ന ടേമാണ് വെലോസിറ്റി. എന്ത്? വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി ഈസ് ദ displacement traveled in unit time. Velocity is the displacement traveled in unit time. Speed എന്തുവാണ്? ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് സ്പീഡ് എന്നുള്ള ടേം സൂചിപ്പിക്കുന്നത്. ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റിനെ സൂചിപ്പിക്കുന്ന ടേമാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സിമിലർലി ഡിസ്പ്ലേസ്മെന്റ് traveled in unit time, that is change in displacement by time എന്നാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് നമുക്ക് പറയാം? റേറ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ വെലോസിറ്റിയുടെ മറ്റൊരു ഡെഫിനിഷൻ ഓർ എന്നിട്ട് എഴുതിയിട്ടുണ്ട്. വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ്
ഡിനോമിനേറ്ററിൽ ടൈം എന്ന് എന്തെന്ന് പറയും? റേറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് which is known as velocity. വെലോസിറ്റിക്ക് ചേഞ്ച് വരണം. എന്തിന് ചേഞ്ച് വരണം? ഡിസ്പ്ലേസ്മെന്റിൽ ചേഞ്ച് വന്നാൽ മാത്രമേ എന്ത് പറയാൻ പറ്റൂ? വെലോസിറ്റി എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയാൻ പറ്റും. വെലോസിറ്റി പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. അത് അതിന്റെ ഇനിഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയാണ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ. വെലോസിറ്റി ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി എന്നും പറയും, ഫൈനൽ വെലോസിറ്റി എന്നും പറയും. ഇനിഷ്യൽ വെലോസിറ്റി പറയും, ഫൈനൽ വെലോസിറ്റി. അതായത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ ആദ്യത്തെ വെലോസിറ്റി എന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്ന ആ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിയാണ് ഇനിഷ്യൽ വെലോസിറ്റി. ആ ഒബ്ജക്റ്റിന്റെ ഒബ്സർവേഷൻ നിൽക്കുന്ന ആ സമയത്തുള്ള അവസാനത്തെ ആ സമയത്തുള്ള വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനിഷ്യൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ യു എന്നും ഫൈനൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ വി ആണ്. ഇനിഷ്യൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ യു, ഫൈനൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ വിയുമാണ്. യു, വി. നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ തന്നെയാണ് യു കഴിഞ്ഞിട്ടാണ് വി വരുന്നത്. തെറ്റിപ്പോവരുത്. യു ഇനിഷ്യൽ, XTU. ഇനിഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി. യു വി, STUV. യു കഴിഞ്ഞിട്ടാണ് വി വരുന്നത്. തെറ്റരുത്. യു ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നു. വി ഈസ് ദ ഫൈനൽ വെലോസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ആ കാര്യം ഓക്കെ അവിടെ നിൽക്കട്ടെ. ദെൻ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും യു വി ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. വെലോസിറ്റിയുടെ പ്രൈമറി ഇക്വേഷൻ എന്തുവാണ്? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ടൈം എന്ന് പറയുന്നത് വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിവൈഡ് ചെയ്താണ് വന്നേക്കുന്നത് പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി വെലോസിറ്റി. അതായത് രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്താണ് വന്നേക്കുന്നത്. therefore which is a derived quantity. ഏത്? വെലോസിറ്റി ഈസ് എ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഒപ്പം അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എങ്ങനെ വെക്റ്റർ ആയി? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി. ടൈം എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റിയെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. വെക്റ്റർ ഡിവൈഡഡ് ബൈ സ്കെയിലാർ എന്നാലും വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടുത്തെ വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ബോത്ത് ഡയറക്ഷനെയും മാഗ്നിറ്റ്യൂഡിനെയും ഡിപെൻഡ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞേ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്തുവാണ്? മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ നമ്മൾ പെർ കൊണ്ട് സൂചിപ്പിക്കും. പെർ കൊണ്ട്. ടൈമിന്റെ യൂണിറ്റ് എന്തുവാ? സെക്കൻഡ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് ഓർ മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് വരും. ഡയമെൻഷൻ പറഞ്ഞ കറസ്പോണ്ടിങ് മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ലെങ്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L. സെക്കൻഡ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ L ബൈ സെക്കൻഡ് ടൈം ആണ് T വരും. ഓർ ഇവിടുന്ന് വരുമ്പോ മീറ്ററിന്റെ കറസ്പോണ്ടിങ് L, സെക്കൻഡിന്റെ കറസ്പോണ്ടിങ് T. LT റേസ് ടു -1 ഡയമെൻഷൻ ഫോർമുല. ഓർ എമ്മിന്റെ ടേം ഒന്നുമില്ല. L റേസ് ടു 0, L T റേസ് ടു -1. ഇതാണ് എന്ത് വരുന്ന ഡയമെൻഷൻ ഫോർമുല. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാം സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് സെയിം ആണ്. മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ LT റേസ് ടു -1, LT റേസ് ടു -1. ഇതും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഇതും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. പക്ഷെ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്തുകൊണ്ട് സ്കെയിലാർ വെക്റ്റർ വന്നു? ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം പറയുന്ന സമയത്ത് ഇവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അതുകൊണ്ടാണ് വെലോസിറ്റി എന്തായിട്ട് വന്നത്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട്. വെലോസിറ്റി വി, വെലോസിറ്റി വെക്റ്റർ, വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി. സ്പീഡ്
സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇത് ഒന്നുകിൽ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കുന്നുണ്ട്. ഡെഫിനിഷൻ എഴുതണം, ഇക്വേഷൻ എഴുതണം, യൂണിറ്റ് എഴുതണം, ഡയമെൻഷൻ എഴുതണം, സ്കെയിലാർ ആണോ വെക്റ്റർ ആണോ എന്ന് എഴുതണം, ഡിറൈവ്ഡ് ആണോ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇത്രയും പോയിന്റ്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഇതിന്റെ കൂടെ വേണമെങ്കിൽ അഡീഷണൽ പോയിന്റ് ചേർക്കാം. ഇത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് നമ്പർ. എന്തായിരിക്കും? സ്പീഡ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഇല്ല, അപ്പൊ നെഗറ്റീവ് ഡയറക്ഷനിലൊന്നും പോകുന്നില്ല എന്നുള്ള മീനിങ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സ്പീഡും എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് നമ്പർ ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത അത് നെഗറ്റീവ് ആവാം, സീറോ ആവാം. വെക്റ്റർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് വാല്യൂ ആവാം, പോസിറ്റീവ് വാല്യൂ ആവാം, സീറോ വാല്യൂ ആവാം. അതുകൊണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി എന്ന് പറയുന്നത് കൊണ്ട് വെലോസിറ്റിക്ക് എന്തൊക്കെ വാല്യൂസ് വരാം? നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, സീറോ വാല്യൂസ് ആവാം. ഇത്രയുമാണ് കമ്പാരിസൺ. ആക്സിലറേഷന്റെ സെക്ഷൻ ആണ് അടുത്തത്. ആക്സിലറേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എ ആണ്. ആക്സിലറേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എ. സ്പീഡ് ഡിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ സ്പീഡ് പറയുന്നു. ഡിസ്പ്ലേസ്മെന്റിന് ചേഞ്ച് വരുന്ന ടൈമിനനുസരിച്ചെങ്കിൽ അവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞൊരു പുതിയ ടേം വരുന്നു. ഇനി വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എന്താണ്? വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്ന സമയത്ത്. അപ്പൊ വെലോസിറ്റിക്ക് ചേഞ്ച് വരാം, ചേഞ്ച് വരാതിരിക്കാം. വെലോസിറ്റിക്ക് ചേഞ്ച് വരാം, ചേഞ്ച് വരാതിരിക്കാം. വെലോസിറ്റിക്ക് ചേഞ്ച് വരാം, വരാതിരിക്കാം എന്ന് പറയുന്നത് ഒരു വെലോസിറ്റി, ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും സെയിം ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ. അതായത് ഇപ്പൊ 15 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് ആദ്യത്തെ വെലോസിറ്റി. ആ വസ്തു അങ്ങോട്ട് പോകുമ്പോഴും വീണ്ടും 15 മീറ്റർ സെക്കൻഡ് വെലോസിറ്റി. ദാറ്റ് ഈസ് ഇനിഷ്യൽ വെലോസിറ്റി u 15 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണെങ്കിൽ വെലോസിറ്റിക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല. ടൈം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ അത്തരം വെലോസിറ്റിയെ പറയുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയും. എന്ത് വെലോസിറ്റി എന്ന് പറയും? യൂണിഫോം വെലോസിറ്റി. If velocity does not change with time, അത്തരം വെലോസിറ്റിയെ പറയുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം മീൻസ് സെയിം എന്നുള്ള മീനിങ്, ഒരേപോലെ. യൂണിഫോം ഒരേപോലെ ഓരോ ടൈം ഇന്റർവെല്ലിലും വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നെങ്കിൽ അത്തരം വെലോസിറ്റിയെ പറയുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. വേറൊരു ടൈപ്പ് വെലോസിറ്റി ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയും. അതായത് ഓരോ ടൈമിലും നമ്മൾ ഓരോ ഇൻസ്റ്റന്റിലും വെലോസിറ്റി ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂനെ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. എന്തെന്ന് പറയും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയും. ഓരോ ഇൻസ്റ്റന്റിലും നമ്മൾ വെലോസിറ്റിയുടെ വാല്യൂ ചെക്ക് ചെയ്ത് എഴുതുന്ന വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. എങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ, ഓരോ 5 സെക്കൻഡ് കൂടുമ്പോൾ 5, 10, 15, 20, 30, 35 എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ഇന്റർവെൽ നമ്മൾ എടുക്കുന്നു. അപ്പൊ 5 സെക്കൻഡിലും 15 മീറ്റർ പെർ സെക്കൻഡ് തന്നെ, 10 മീറ്റർ പെർ സെക്കൻഡിലും 15 മീറ്റർ പെർ സെക്കൻഡ് തന്നെയെങ്കിൽ അത്തരം വെലോസിറ്റിയെ പറയുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ യുവിന്റെ വാല്യൂ v, initial value of the velocity, final value of the velocity സെയിം ആയിരിക്കും. അവിടെ വെലോസിറ്റിക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല. അത്തരം വെലോസിറ്റിയെ പറയുന്ന പേര് യൂണിഫോം വെലോസിറ്റി എന്ന് പറയും. വെലോസിറ്റിക്ക് ചേഞ്ച് ഉള്ള ഒരു കേസ് നമ്മൾ എടുക്കുന്നു. ആദ്യം 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്, പിന്നീട് ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് ആയി, പിന്നീട് വീണ്ടും ഒരു 18 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ പല വെലോസിറ്റികളും ആവും. 15, 20, 18 എന്നൊക്കെ ആവുന്നു. ആ സമയത്ത് ഒരു വസ്തുവിന്റെ മോഷൻ പറയാൻ ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പൊ ആക്സിലറേഷന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, റേറ്റ് എന്ന് വെച്ചാൽ
ഡിനോമിനേറ്ററിൽ ടൈം എഴുതുന്നതിനെയാണ് റേറ്റ് എന്ന് പറഞ്ഞു. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ദാറ്റ് ഈസ് ഇക്വേഷൻ ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം. എപ്പോഴും ഒരു വസ്തുവിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂയിൽ നിന്നും ഇനിഷ്യൽ വാല്യൂ മൈനസ് ചെയ്യുന്നതാണ്. ഒരു വസ്തുവിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഫൈനൽ വാല്യൂ അതിൽ നിന്നും ഇനിഷ്യൽ വാല്യൂ മാറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പലരുടെയും ക്യാരക്ടർ തന്നെ നോക്കുമ്പോൾ തന്നെ അവന്റെ ക്യാരക്ടർ എങ്ങനെ കോളേജ് ലൈഫിൽ ചേഞ്ച് ചെയ്തു. ഫൈനൽ ഇയറിൽ ഒരു വ്യക്തിക്കുണ്ടായ ക്യാരക്ടറിൽ നിന്നും മൈനസ് അവന്റെ ഫസ്റ്റ് ഇയറിലുള്ള ക്യാരക്ടർ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. സിമിലർ കേസ് തന്നെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ കാര്യത്തിൽ വരുന്നത്. ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇനിഷ്യൽ വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്യുന്നത്. ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇനിഷ്യൽ വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടൈം. ഫൈനൽ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്തുവാണ്? v ആണ്. ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റിക്ക് പകരം v കൊടുത്തു. v മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ u. സ്മോൾ ലെറ്റർ v യും സ്മോൾ ലെറ്റർ u ആണ്. v മൈനസ് u ബൈ ടൈമിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ a which is equal to a. ഇതാണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ a equal to v minus u by t. ആക്സിലറേഷൻ a equal to v minus u by t. ഡെഫിനിഷൻ എന്താണ്? It is the rate of change of velocity. a equal to change of velocity, final velocity and initial velocity by time. That is a equal to v minus u by t. Unit എന്തുവാണ്? യൂണിറ്റ് വെലോസിറ്റി ഉണ്ടായ ചേഞ്ച് ബൈ ടൈം ആണ്. ദാറ്റ് ഈസ് മുകളിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി വെലോസിറ്റി ആണ്. അപ്പോൾ യൂണിറ്റ് എങ്ങനെ എഴുതാം? വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ ഉണ്ട്. ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അങ്ങനെയാണ് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്. എന്ത് കിട്ടും? ബൈ രണ്ട് ഈ സെക്കൻഡ് കൂടി മുകളിൽ വരുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആവും. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓർ മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 2. ഇതാണ് എന്തിന്റെ യൂണിറ്റ്? ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അഥവാ മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 2. ഡയമെൻഷൻ പറഞ്ഞേ. മീറ്ററിന്റെ ഡയമെൻഷൻ L സെക്കൻഡ് പെർ t റേസ് സ്ക്വയർ വരും. അങ്ങനെ എന്തെങ്കിലും L മീറ്ററിന്റെ L ആണ്. എന്താണ് ഡയമെൻഷൻ? ടൈമിന്റെ ഡയമെൻഷൻ എന്തുവാണ്? t. ദാറ്റ് ഈസ് lt റേസ് ടു മൈനസ് 2. ഡയമെൻഷൻ ഫോർമുല ഓഫ് ആക്സിലറേഷൻ എന്തുവാണ്? lt റേസ് ടു മൈനസ് 2. അല്ലെങ്കിൽ m ന്റെ ടേം ഒന്നും ഇല്ല എന്നുള്ള മീനിങ് m റേസ് ടു 0 n t റേസ് ടു മൈനസ് 2. ഇതാണ് ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആവുന്നത് കൊണ്ട് അതിന്റെ ഡയറക്ഷനും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത അതിന് എന്തൊക്കെ ആവാം വാല്യൂസ്? വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് പോസിറ്റീവ് വാല്യൂ ആവാൻ പറ്റും, നെഗറ്റീവ് വാല്യൂ ആവാൻ പറ്റും, 0 ആവാൻ പറ്റും. വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത അത് ഡയറക്ഷന് ഡിപ്പെൻഡബിൾ ആണ്. അത്തരം വെക്റ്റർ ക്വാണ്ടിറ്റി പോസിറ്റീവ് വാല്യൂ ആവാൻ പറ്റും, നെഗറ്റീവ് വാല്യൂ ആവാൻ പറ്റും, 0 ആവാൻ പറ്റും. ആക്സിലറേഷന്റെ വാല്യൂ 0 ആവുന്നത് എപ്പോഴാണ്? ആക്സിലറേഷന്റെ വാല്യൂ 0 ആവണമെങ്കിൽ ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ പ്രകാരം a equal to v minus u by t ആണ്. a 0 ആവണമെങ്കിൽ v minus u എന്തായിരിക്കണം? 0 ആയിരിക്കണം. a equal to 0 ആവണമെങ്കിൽ v minus u which is equal to 0 ആവണം. ന്യൂമറേറ്റർ ഭാഗം എന്തായിരിക്കണം? 0 ആവണം. ഡിനോമിനേറ്ററിൽ 0 ആയി കഴിഞ്ഞാൽ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് വാല്യൂ ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഡിനോമിനേറ്റർ 0 ആയാൽ പറ്റത്തില്ല. a വാല്യൂ 0 ആവണമെങ്കിൽ ന്യൂമറേറ്റർ വാല്യൂ ദാറ്റ് ഈസ് v minus u എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഈ മൈനസ് u എന്നുള്ള വാല്യൂ ഈക്വൽ സൈനിന്റെ അപ്പുറത്താവാം. ഇപ്പുറത്ത് ഓൾറെഡി 0 ഉണ്ട്. 0 മൈനസ് വാല്യൂ ഇക്വേഷൻ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് u ആവും. ഏതൊരു സംഖ്യയുടെ കൂടെയും 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് v equal to u എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഈക്വൽ
0 ആണ്. ഇനിഷ്യൽ വാല്യൂ ഓഫ് വെലോസിറ്റി u, അത് ഫൈനൽ വാല്യൂ ഓഫ് വെലോസിറ്റി സ്മോൾ ടു വിക്ക് ഈക്വൽ ആവുന്ന സമയത്ത് എന്തായിരിക്കും? ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയും ഈക്വൽ ആവുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത്? യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റി എല്ലായിടത്തും സെയിം, ഇനിഷ്യൽ വാല്യൂവും ഫൈനൽ വാല്യൂവും സെയിം ആണെങ്കിൽ അത്തരം വെലോസിറ്റിയെ പറയുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് കാര്യം മനസ്സിലാക്കണം. യൂണിഫോം വെലോസിറ്റി ഇനിഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് ഫൈനൽ വെലോസിറ്റി ആർ ഈക്വൽ ഓർ സെയിം. ആ കണ്ടീഷനിൽ ആക്സിലറേഷൻ എന്ത് വരും? 0 ആവും. നോ ആക്സിലറേഷൻ. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ എന്തുള്ളൂ? ആക്സിലറേഷൻ ഡെഫിനേഷൻ പ്രകാരം ഉള്ളൂ. കാര്യം മനസ്സിലായോ? ആസ് പെർ ഇക്വേഷൻ a = v - u/t എന്നാണ്. ആ a വാല്യൂ എപ്പോഴാണ് 0 വരുന്നത്? 0 ആവണമെങ്കിൽ v എന്തിന് ഈക്വൽ ആയിരിക്കണം? uന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ vയും u ഈക്വൽ ആവുന്ന വെലോസിറ്റിയാണ് യൂണിഫോം വെലോസിറ്റി. ആ യൂണിഫോം വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഷനെ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. യൂണിഫോം വെലോസിറ്റി ഉള്ള മോഷനെ പറയുന്ന പേരാണ് എന്ത്? യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ആ യൂണിഫോം മോഷന്റെ സമയത്ത് ആക്സിലറേഷന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ആക്സിലറേഷൻ നെഗറ്റീവ് വരാം. ആക്സിലറേഷൻ നെഗറ്റീവ് വരാം. ആ ആക്സിലറേഷനെ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. എന്തെന്ന് പറയും? ആക്സിലറേഷൻ നെഗറ്റീവ് ആവുന്ന സമയത്ത് പറയുന്ന ആക്സിലറേഷനെ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ അതായത് ആദ്യം വെലോസിറ്റി വളരെ കൂടുതലായിരുന്നു. വെലോസിറ്റി ഒരു 35 മീറ്റർ/സെക്കൻഡ് ആയിരുന്നു. മോഷൻ അവസാനിക്കുന്ന സമയത്ത് ആദ്യത്തെ വെലോസിറ്റിനെ ഇനിഷ്യൽ വെലോസിറ്റി u കൊണ്ട് സൂചിപ്പിക്കും. ഫൈനൽ വെലോസിറ്റി ദാറ്റ് ഈസ് മോഷൻ ഫൈനലായിട്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു 5 മീറ്റർ/സെക്കൻഡ് ആയിക്കോളും. ഈ ടൈം ഒരു 5 സെക്കൻഡിന്റെ സമയത്ത്. അപ്പോൾ ഇക്വേഷൻ നോക്കിക്കേ. ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ a = v - u/t എന്നാണ് ഇക്വേഷൻ. v വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. മൈനസ് u വാല്യൂ എന്ന് പറയുന്നത് 35/t 5 സെക്കൻഡ്. 2 5 35. 5ന്റെ സൈൻ എന്തുവാ? പ്ലസ് ആണ്. 35ന്റെ സൈൻ മൈനസ് ആണ്. രണ്ട് ഓപ്പോസിറ്റ് സൈനുകൾ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ ഓപ്പോസിറ്റ് സൈനുകൾ വന്നാൽ എന്ത് ചെയ്യണം? രണ്ടിന്റെ ഡിഫറൻസ് എടുക്കണം. ദാറ്റ് ഈസ് 35ന്ന് 5 കുറയ്ക്കണം 30. എന്നിട്ട് വലുതിന്റെ ചിഹ്നം, വലുത് ഏതാണ്? 35ആണ് വലുത്. വലുതിന്റെ ചിഹ്നം എന്താണ്? മൈനസ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് -30 എന്നിട്ട് -30/5 ദാറ്റ് ഈസ് -6 മീറ്റർ/സെക്കൻഡ്² എന്ന് കിട്ടും. കണ്ടോ? ആക്സിലറേഷന്റെ വാല്യൂ എന്ത് വന്ന്? നെഗറ്റീവ് വന്നു. അത്തരം ആക്സിലറേഷനെ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. എങ്ങനെയാണ് റിട്ടാർഡേഷൻ വരുന്നത്? ഇനിഷ്യൽ വെലോസിറ്റി കൂടുതലും ഫൈനൽ വെലോസിറ്റിയും കുറഞ്ഞിരുന്ന ദാറ്റ് ഈസ് u ഈസ് ഗ്രേറ്റർ ദാൻ v. ഇനിഷ്യൽ വെലോസിറ്റി ആദ്യം നല്ല സ്പീഡിൽ പോയി പിന്നെ സ്പീഡ് കുറയുന്നു. ആ സമയത്ത് വരുന്ന ആക്സിലറേഷൻ ആണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ ആദ്യം കുറഞ്ഞു പിന്നെ v കൂടിയിരുന്ന ആ ആക്സിലറേഷന് നോർമലി പറയുന്ന ആക്സിലറേഷൻ എന്ന് തന്നെയാണ് ആ കാര്യത്തിന് പറയുന്നത്. 0 എപ്പോഴാണ് ആവുന്നത്? യൂണിഫോം മോഷന്റെ കേസിൽ ആക്സിലറേഷൻ 0 ആണ്. എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്? യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന മോഷനെ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ. എന്താ യൂണിഫോം മോഷൻ? ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും സെയിം ആയിട്ടുള്ള മോഷനെ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ. ആ യൂണിഫോം മോഷന്റെ കേസിൽ വിയും യുവും ഈക്വൽ ആണ്. അപ്പോൾ ഒരേ വിയും ഒരേ യു. ഇപ്പോൾ 5 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റിയും 5 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. ആ 5ന്ന് 5 പോകുമ്പോൾ 0 വരും. ദാറ്റ് ഈസ് ആക്സിലറേഷൻ 0 ആയിരിക്കും. യൂണിഫോം മോഷന്റെ കേസിൽ ആക്സിലറേഷൻ വാല്യൂ 0 ആയിരിക്കും. യു കൂടിയിരുന്നാൽ അതായത് ഇനിഷ്യൽ വെലോസിറ്റി കൂടുതലും ഫൈനൽ വെലോസിറ്റി കുറവായിരുന്ന ആ സമയത്ത് ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് വരും. ആ ആക്സിലറേഷനെ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ഇനി ആക്സിലറേഷൻ എന്ന് മാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം വെലോസിറ്റി കുറവ് പിന്നെ വെലോസിറ്റി കൂടിയിരിക്കുന്നതിനാൽ അത്തരം ആക്സിലറേഷനെ പറയുന്ന പേരാണ് നോർമൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ റിട്ടാർഡഡ് മോഷൻ എന്നോ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നോ പരാമർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലായിരിക്കും
ആയിരിക്കണം. അവിടെ ഇനിഷ്യൽ വെലോസിറ്റി കൂടുതലും ഫൈനൽ വെലോസിറ്റിയും കുറവുമായിരിക്കും. ആക്സിലറേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കുമെന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് സെക്ഷൻ യൂണിഫോം മോഷൻ. എന്തായിരുന്നു പറഞ്ഞത്? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞിരുന്നത് ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും സെയിം ആയിട്ടുള്ള മോഷൻ. ഇനിഷ്യൽ വെലോസിറ്റി യുവും ഫൈനൽ വെലോസിറ്റി വിയും സെയിം ആയിട്ടുള്ള അത്തരം മോഷനെ പറയുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഷൻ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. യുവും വിയും ഈക്വൽ ആണെങ്കിൽ ആ യൂണിഫോം മോഷന്റെ കേസിൽ ആക്സിലറേഷൻ a = v - u/t-യിലെ a v - u, vയും uവും സെയിം തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടും? v - v 0 എന്ന് കിട്ടും. ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇനി അതേപോലെ വരുന്ന ഒരു ടേം ആണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ യൂണിഫോം ആയിട്ടുള്ള ആക്സിലറേഷൻ, ദാറ്റ് ഈസ് സെയിം വാല്യൂ ആയിട്ടുള്ള ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ വാല്യൂ എങ്ങനെ സെയിം ആവും? അതായത് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ വരുന്നത് സെയിം ആണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് സെയിം ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ മോഷനിലെ ആക്സിലറേഷൻ സെയിം വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആക്സിലറേഷൻ്റെ വാല്യൂവിന് ചേഞ്ച് ഇല്ലെങ്കിൽ അത്തരം മോഷനെ പറയുന്ന പേരാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് v - u/t ആണ്. ആ വിയും യുവിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും? ആക്സിലറേഷൻ ഒരു സെയിം വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അത്തരം ആക്സിലറേഷനെ പറയുന്ന പേരാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഷനെ പറയുന്ന പേരാണ് എന്ത്? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോം സെയിം ആയിട്ടുള്ളത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയോ? ഒരു മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. 0 മുതൽ 5 സെക്കൻഡ് വരെ അതിലുണ്ടായിരുന്ന വെലോസിറ്റി 25 മീറ്റർ/സെക്കൻഡ് ആണ്. ഒരു ആദ്യത്തെ 5 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി എത്രയാണ്? 25 മീറ്റർ/സെക്കൻഡ്. പിന്നീട് അതിന്റെ വെലോസിറ്റി എന്തായി? ഒരടുത്ത 5 മുതൽ 10 വരെയുള്ള സെക്കൻഡിൽ 50 മീറ്റർ/സെക്കൻഡ് ആയി. അപ്പൊ നമ്മൾ ഈ വെലോസിറ്റി നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇതിന് u എന്ന് കൊടുത്തു. ഈ വെലോസിറ്റിയെ ഫൈനൽ വെലോസിറ്റി v ആയിട്ട് കൊടുത്തു. ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? a = v - u/t എന്നാണ്. v എത്രയാണ്? 15 മീറ്റർ/സെക്കൻഡ് മൈനസ് u വാല്യൂ എത്രയാണ്? 25 മീറ്റർ/സെക്കൻഡ്, ദാറ്റ് ഈസ് 25. 25 നിന്ന് 50 ആയത് എത്ര ടൈമിലാണ്? 5 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് വരുന്നത്. അപ്പോൾ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് നമ്മൾ 5 എന്ന് കൊടുത്തു. 50 നിന്ന് 25 പോയ എത്ര വന്നു? 25/5 എന്ന് വന്നു. 25/5 എത്ര കിട്ടി? 5. യൂണിറ്റ് എന്തുവാണ്? മീറ്റർ/സെക്കൻഡ് ആണ്. മീറ്റർ/സെക്കൻഡ്. ഇനി ഇവിടെ നമ്മൾ അടുത്ത ഒരു ഇന്റർവെൽ ഓഫ് ടൈം എടുത്തു. ഇന്റർവെൽ ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു നമ്പർ ഇന്റർവെല്ലാണ്. നമ്പർ അല്ല, ടൈമിന്റെ ഇന്റർവെൽ. അതായത് ഇപ്പോൾ 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ അതൊരു ഇന്റർവെൽ ഓഫ് ടൈമാണ്. ടൈം കുറച്ച് സെക്കൻഡുള്ള കളക്ഷനെ ചേർത്ത് പറയുന്ന പേരാണ് ഇന്റർവെൽ ഓഫ് ടൈം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കേസ് എടുത്തു. നമ്മൾ ഇത് 2 കേസ് അടുത്തടുത്തുള്ള 2 ഇന്റർവെൽ എടുത്തു. ആ സമയത്ത് എന്ത് വരും? ഇതും എടുക്കുമ്പോൾ 5, 10 ഇതായിരിക്കും ഇനിഷ്യൽ വെലോസിറ്റി വരുന്നത്. 10 to 15 വരെ ഉള്ളത് ഇത് ഫൈനൽ വെലോസിറ്റി ആയിട്ട് എടുക്കും. ദാറ്റ് ഈസ് ഇക്വേഷൻ എന്ത് വരും? a = v - u/t. v വാല്യൂ 75 മീറ്റർ/സെക്കൻഡ് മൈനസ് u വാല്യൂ എന്ന് പറയുന്നത് 15 മീറ്റർ/സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 5 സെക്കൻഡിന്റെ ഇന്റർവെൽ. 75 50 പോയാൽ 25 എന്ന് കിട്ടും. 25/5 ദാറ്റ് ഈസ് 5 മീറ്റർ/സെക്കൻഡ് തന്നെയാണ് കിട്ടുന്നത്. ആക്സിലറേഷന്റെ വാല്യൂ എന്ത് തന്നെ? ഇവിടെ 5 ഇവിടെ 5. ഇന്റർവെല്ലിൽ ഉണ്ടാകുന്ന ടൈം പീരിയഡ് ചേഞ്ച് എന്ന് പറയുന്നത് 5
എക്സ്പ്രഷൻ എന്നും ആ ആക്സിലറേറ്റഡ് ബോഡിയുടെ മോഷനെ പറയുന്ന പേര് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്നും പറയും. ഈ ഒരു കേസാണ് നമ്മൾ എടുത്ത് പഠിക്കാൻ പോണ. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ആ ഒരു ബോഡിയുടെ മോഷൻ നോക്കിക്കേ. ഒരു ഒബ്ജക്റ്റ് ഫസ്റ്റ് ഇനിഷ്യൽ പോയിന്റ് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു? ഓയിൽ നിന്ന് മോഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറച്ച് നേരം ഒബ്സർവ് ഒന്നും ചെയ്തില്ല. നമ്മൾ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ബോഡി ഇവിടുന്ന് മൂവ് ചെയ്ത് എ എന്നുള്ള പോയിന്റിലെത്തി. ബോഡി മൂവ് ചെയ്ത് എവിടെ എത്തി? എ എന്നുള്ള പോയിന്റിലെത്തി. എ എന്നുള്ള പോയിന്റിലെത്തിയ സമയം മുതലാണ് നമ്മൾ ബോഡിയുടെ മോഷൻ ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അറ്റ് t = 0 ടൈം 0 സെക്കൻഡിൽ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഒക്കെ ഓൺ ആക്കി വാച്ച് ജസ്റ്റ് 0-ൽ എത്തിയ സമയത്ത് നമ്മൾ ബോഡി ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്. ആ സമയത്ത് ബോഡി എവിടെയാണ്? എ എന്നുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത്. എ എന്നുള്ള പൊസിഷനിൽ ഡിനോട്ട് ചെയ്യുന്നതാണ് എക്സ് നോട്ട്. എന്തെന്ന്? എക്സ് സഫിക്സ് ആയിട്ട് ഒരു 0 ഇടും. എക്സ് സഫിക്സിലായിട്ട് ഒരു ചുവട്ടിലായിട്ട് ഒരു 0 എടുത്തിടും. അതിനാണ് എക്സ് നോട്ട് എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആ ടൈം 0 ആയിരുന്ന സമയത്ത് ബോഡി എവിടെയാണ്? എ എന്ന് പറഞ്ഞൊരു പൊസിഷനിലായിരുന്നു. ദാറ്റ് ഈസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞൊരു പൊസിഷനിലാണ് ബോഡി ഇരിക്കുന്നത്. ആ സമയത്തുള്ള ആ വസ്തുവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി യു എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. ഇനിഷ്യൽ വെലോസിറ്റി ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും? യു എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. നമ്മൾ കുറച്ച് ടൈം നമ്മൾ വാച്ച് ഒക്കെ ഓണാക്കി വാച്ച് മൂവ് ചെയ്ത് തുടങ്ങി. ആ സമയത്ത് ബോഡി ഇങ്ങോട്ട് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി മൂവ് ചെയ്യണം. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് ഒരു 7 സെക്കൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതോ ഒരു ടൈം ടി എന്നുള്ള വാല്യൂ. ആൾജിബ്രായിക് ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു നമ്പറിനെ കുറിച്ചോ മറ്റോ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്ത സമയത്താണ് നമ്പേഴ്സിന് പകരം നമ്മൾ ആൾജിബ്രായിക് ലെറ്റേഴ്സ്, അത് ആൽഫബറ്റിക് ലെറ്റേഴ്സ് ആയിട്ടുള്ള ആൾജിബ്ര എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൈം ടി എന്നുള്ള ഒരു സെക്കൻഡിൽ നമ്മൾ ബോഡി ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ബോഡി ഇവിടുന്ന് മൂവ് ചെയ്തതാണ് ബിയിലെത്തി. എവിടെ എത്തി? ബിയിലെത്തി. ആ ടൈം ഏതോ ഒരു സെക്കൻഡാണ്, ഏതോ ഒരു ടൈമിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. നമുക്ക് അറിയാത്തില്ല. അപ്പോൾ അത്രയും നേരം ട്രാവൽ ചെയ്ത ടൈമിനെ സ്മോൾ ലെറ്റർ ടി കൊണ്ട് സൂചിപ്പിച്ചു. ആ എക്സ് ടി എന്നുള്ളത് കൊണ്ടത് ഉദ്ദേശിക്കുന്നത് അറ്റ് ടി ടൈമിന് ബി എന്നുള്ള പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. എക്സ് സഫിക്സ് ടി. എക്സ് നോട്ട് എന്ന് വെച്ചാൽ അറ്റ് ടി = 0-യിലുള്ള പൊസിഷനും എക്സ് ടി എന്ന് വെച്ചാൽ അറ്റ് ടൈം ടി എന്നുള്ള ഒരു സെക്കൻഡിലുള്ള ബോഡിയുടെ പൊസിഷനെയാണ് എക്സ് സഫിക്സ് ടി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അത് ആ സമയത്ത് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയാണ് സ്മോൾ ലെറ്റർ ബി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി ബി. ഒന്നുകൂടി പറയാം. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടി = 0 എന്ന് പറഞ്ഞ സമയത്ത് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ദാറ്റ് ഈസ് ഇനിഷ്യൽ വെലോസിറ്റി യും ഒബ്ജക്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് നോട്ട് അറ്റ് എയിലാണ്. ദെൻ കുറച്ച് സമയം ടി ടൈം കഴിഞ്ഞതിന് ശേഷം ബോഡിയെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ബോഡി നിൽക്കുന്നത് എക്സ് ടി എന്ന് പറയുന്ന പൊസിഷനിലാണ്. എക്സ് ടി എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന അറ്റ് ടി ടൈമിൽ ബോഡിക്കുണ്ടായ പൊസിഷൻ ദാറ്റ് ഈസ് എക്സ് ടി. ആ സമയത്തുണ്ടായ അതിന്റെ വെലോസിറ്റി ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി സ്മോൾ ലെറ്റർ ബി കൊണ്ട് സൂചിപ്പിക്കും. ഇനി അതിനുണ്ടായ ആക്സിലറേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി ബി, ആക്സിലറേഷൻ എ ലെറ്റർ. ഡിസ്പ്ലേസ്മെന്റ് അതായത് പൊസിഷനുകൾ തമ്മിലുള്ള ചേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ദ സ്ട്രേറ്റ് ലൈൻ joining from initial position to final position. The straight line joining from initial position to final position. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും പറയുന്നത് ഫൈനൽ പൊസിഷനിൽ നിന്നും ഇനിഷ്യൽ പൊസിഷൻ കുറയ്ക്കണം. ഫൈനൽ പൊസിഷൻ എന്താണ്? എക്സ് സഫിക്സ് ടി. എക്സ് സഫിക്സ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റ് ടി ടൈമിലുള്ള പൊസിഷൻ എക്സ് സഫിക്സ് ടി. എക്സ് ടി മൈനസ് 0 ടൈമിലുള്ള പൊസിഷൻ ദാറ്റ് ഈസ് എക്സ് നോട്ട്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് പറയുന്നത്? ഫൈനൽ പൊസിഷനിൽ നിന്നും ഇനിഷ്യൽ പൊസിഷന്റെ ആ വാല്യൂ മൈനസ് ചെയ്യണം. എക്സ് ടി മൈനസ് എക്സ് നോട്ട്. അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളോ ഒന്നും
by t. A equal to v minus u by t. ഡിവൈഡ് ചെയ്തിരിക്കുന്ന t ഇക്വേഷൻ ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യും. ഡിവൈഡ് ചെയ്തിരിക്കുന്ന t ഇക്വേഷൻ ഇപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലൈ a into t equal to ഇവിടെ ഓൾറെഡി v minus u ഉണ്ട്. ഇനി മൈനസ് u ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. ദാറ്റ് ഈസ് a into t at പ്ലസ് ഇത് ഇപ്പുറത്ത് വരുമ്പോൾ u which is equal to v. അല്ലെങ്കിൽ എന്ത്? v equal to u plus at. ഇതിൽ നിന്നുമാണ് ഏത് ഇക്വേഷൻ? ഫസ്റ്റ് ഇക്വേഷൻ വന്നേക്കുന്നത്. ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ നിന്നും വെലോസിറ്റി ടൈം, അതായത് നിങ്ങൾക്ക് പ്രോബ്ലത്തിൻ്റെ കേസിൽ ചിലപ്പോൾ വെലോസിറ്റിയും ടൈമും തന്നിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കാനുള്ളത്. ഇനി അടുത്ത ഇക്വേഷൻ പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് എസ്, ടൈം എസും ടിയും ഉള്ള റിലേഷൻ ഏതാണ് വരുന്നത്? ഇതിൽ എസും ടിയും വരോ? ഇല്ല. ഇവിടെ എസും ടിയും ഉണ്ടോ? ഇല്ല. അപ്പൊ എസും ടിയും റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നെക്സ്റ്റ് ഒരു ഇക്വേഷൻ പൊസിഷൻ വെലോസിറ്റി ഇക്വേഷൻ, അതായത് പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് എസും വിയും ഒക്കെ ഉള്ള റിലേഷൻ, എസും വിയും യുവും ഒക്കെ ഉള്ള റിലേഷൻ ഏതാ? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇനി ഒരു ഇക്വേഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് which is equal to Sn equal to u plus a into n minus half ഒരു ഇതുണ്ട്. ഇതിന്റെ ഡെറിവേഷൻ ആണ് നിങ്ങൾ ഫസ്റ്റ് എസ് എടുത്ത് വരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഇതും ഒരു ആക്സിലറേറ്റഡ് മോഷനിൽ വരുന്ന ഇക്വേഷൻസിൽ വരുന്നതാണ്. Sn equal to u plus a into n minus half. ഇതിന്റെ ഒന്നും പ്രൂഫില്ല. ഈ ഇക്വേഷന്റെ പ്രൂഫാണ് നിങ്ങൾ എക്സാമിന് 6 മാർക്കിന് വരുന്ന ഒരു ഡെറിവേഷൻ പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇത്? പ്രോബ്ലത്തിനാണ് 6 മാർക്കിന്റെ സെക്ഷനിൽ ഈ ഇക്വേഷൻ വെച്ചു, ഈ ഇക്വേഷൻ വെച്ച്, ഇക്വേഷൻ വെച്ചു പ്രോബ്ലം സെക്ഷൻ ഉണ്ട്. വെലോസിറ്റി ടൈം v equal to u plus at. പൊസിഷൻ ടൈം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ s equal to ut plus half at square. പൊസിഷൻ വെലോസിറ്റി ഇക്വേഷൻ v square equal to u square plus 2as. nth സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ Sn equal to u plus a into n minus 1. S ഡിസ്പ്ലേസ്മെന്റ്, u ഇനിഷ്യൽ വെലോസിറ്റി, v ഫൈനൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, t ടൈം, n nth സെക്കൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു സെക്ഷനാണ്. ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ.